ഇന്ന് നമുക്ക് എന്താ ജോലി എന്നുള്ളത് നോക്കിയാലോ. ഇന്ത്യൻ ആർമി അഗ്നിപത് റിക്രൂട്ട്മെൻറ്റാണ്. അതിലേക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് പിള്ളേരുണ്ടല്ലേ നമ്മുടെ ആർമിയിലേക്കൊക്കെ ചേരാനായിട്ട്. അപ്പോൾ അവർക്ക് ഉപകരിക്കുന്നതാണ്. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ്. ഇതിലേക്ക് ഒഴിവ് എത്രയുണ്ടെന്നറിയോ? 46,000 ഒഴിവാണുള്ളത് കേട്ടോ. പിന്നെ ഈ പോസ്റ്റിൻ്റെ പേര് അഗ്നിവീർ എന്നാണ് ഈ ജോബിൻ്റെ പേര്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 8ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ്. അപ്പോൾ ഇതിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർ 12th, 10th, 8th. പിന്നെ നമ്മുടെ ഇതിലേക്ക് വേണ്ട പ്രായം 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് കേട്ടോ പ്രായത്തിൻ്റെ. സാലറി എന്ന് പറഞ്ഞാൽ 30,000 മുതൽ 40,000 വരെ. പിന്നെ ജോലി ചെയ്യേണ്ട സ്ഥലം ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ സെലക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡാണ്. ആദ്യത്തെ ഒരു വർഷം 21,000 വെച്ചിട്ട് 21,000 × 12 2,00,000 ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. 52,000 രൂപയാണ് ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഇയർ ആകുമ്പോൾ 23,100 × 12, അതായത് 3,60,960. നാലാമത്തെ ഇയർ ആകുമ്പോൾ 28,000 × 12, അതായത് 3,36,000 രൂപ. പിന്നെ നാലാമത്തെ ഇയർ വരുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11,72,160. പിന്നെ റിട്ടയർമെൻറ്റ് ടൈമിൽ ആഫ്റ്റർ 4 ഇയർ 4 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,43,160 രൂപ കിട്ടും. പിന്നെ ഇതിനുള്ള പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സലൻറ്റ് ആർമി ട്രെയിനിങ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ആർമി ട്രെയിനിങ് കിട്ടുന്ന കാര്യമല്ലേ. 4 വർഷം കൊണ്ട് പുറത്തിറങ്ങാം. അതിലൊക്കെ നമ്മൾ പഠിച്ചൊന്നും ജോലി ചെയ്തൊന്നും കാണുക, അതേപോലെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങുമ്പോഴും കിട്ടും അല്ലേ, വേറെ നല്ല നല്ല ജോലികൾ. പിന്നെ രണ്ടാമത്തേതായിട്ട് പറയുന്നത് ഫുഡ് ജോബ്സ്, ബോർഡിംഗ് ആൻഡ് ലോഡിംഗ് അറ്റ് ആർമി റെജിമെൻ്റൽ ലൈഫ് ഫോർ 4 ഇയേഴ്സ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് മെച്യൂർഡ് മൈൻഡ് സെറ്റ്. ഇതിലെല്ലാം രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതാണ് പറയാൻ പോകുന്നത്. ജോബ് ഓഫേഴ്സ് ആഫ്റ്റർ 4 ഇയേഴ്സ് ഫ്രം എവിടേക്കാണ്? ട്രൈ ഫോഴ്സസ്, ആർമി, നേവി, എയർഫോഴ്സ്, CRPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, GRP, CISF, BSF, പിന്നെ എന്താണ് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ്, നെക്സ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അടുത്തത് ONGC, അടുത്തത് IOCL, HPCL, ഇന്ത്യൻ റെയിൽവേ, സ്റ്റേറ്റ് പോലീസ്, ബാങ്ക്സ്, എയർപോർട്ട്സ്, സീപോർട്ട്സ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ടോൾ പ്ലാസാസ്, ATMS, പിന്നെ NMDC, SAIL, സെയിൽ, പിന്നെ ഓൾ സെൻട്രൽ PSUS, പിന്നെ ഓൾ സ്റ്റേറ്റ് PSUS ആൻഡ് ടാസ്ക് ഫോഴ്സ്, കോർപ്പറേറ്റ്സ് ലൈക്ക് ടാറ്റാസ്, വിപ്രോസ്, മഹീന്ദ്രാസ്, പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസീസ്, ലോജിസ്റ്റിക് കമ്പനീസ്, കാർഗോ കമ്പനീസ്, പിന്നെ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻസ്, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ RTCS, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, എയർലൈൻ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ടാറ്റ, അങ്ങനെ അതങ്ങനെ നീണ്ടു പോകും. അതായത് നമുക്ക് 4 കൊല്ലം നിങ്ങളവിടെ ജോലി ചെയ്താൽ ഇത്രയും പൈസയും കിട്ടും. അതിനുശേഷം ഇതേമാതിരിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 8, 10, 12 ക്ലാസ്സുകളൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ജോലിയായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. എവിടെ? നമ്മുടെ ആർമിയിൽ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ ആ പഠിത്തത്തിനനുസരിച്ച് അവിടെ ചെയ്ത ജോലിക്ക് അനുസരിച്ചിട്ടുള്ള മറ്റ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ ആ ഇരുന്നിരുന്ന ജോലിയുടെ പോസ്റ്റ് അനുസരിച്ചിട്ട് നമുക്കിവിടെ കിട്ടുന്ന പറയണം കേട്ടോ. നല്ല കാര്യമല്ലേ. ഞാൻ അതുകൊണ്ടാട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇത് മുഴുവനായിട്ട് പറയുന്നത്, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% കോട്ട ഫോർ അഗ്നിവീർസ് ഇൻ കോസ്റ്റ് ഗാർഡ്, ഡിഫൻസ്, സിവിലിയൻ പോസ്റ്റ് ആൻഡ് ഇൻ നിയർലി 100 ഡിഫൻസ് PSUS ആൻഡ് ഡിഫൻസ് R&D. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്പറിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്,
അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഓൾ 38 ഡിവിഷൻസ് യൂണിറ്റ്സ് ഓഫ് HAL ആൻഡ് HAL JV കമ്പനീസ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഓൾ 10 യൂണിറ്റ്സ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, BEML ലിമിറ്റഡ്, മിശ്ര ദത്തു നിഗം ലിമിറ്റഡ്, MIDX ANI മിഥാനി, പിന്നെ മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, പിന്നെ എന്താണ് ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് GSL, ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ്, അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ ഗ്രേഡേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, ട്രൂപ്പ് കംഫർട്ട്സ് ലിമിറ്റഡ്, 13ാമത്തത് ആർമേഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ്, പിന്നെ 14ാമത്തെ മുനിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് MIL, പിന്നെ YIL യന്ത്ര ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് IOL, പിന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ലാബ്സ് ബാർ യൂണിറ്റ്സ്, പിന്നെ അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ എനർജറ്റിക് മെറ്റീരിയൽസ് ACEM. എന്തോരം ഓഫറുകളാണെന്നോ. URAG അനുരാഗ്, പിന്നെ അതായത് അഡ്വാൻസ്ഡ് ന്യൂമറിക്കൽ റിസർച്ച് ആൻഡ് ഗ്രൂപ്പ്, പിന്നെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറി, ഏരിയൽ ഡെലിവറി റിസർച്ച് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ ADE, പിന്നെ അതേപോലെ തന്നെ ARDE, CABS, പിന്നെ CAIR, CAS, പിന്നെ CEMILAC. ഞാൻ ഷോർട്ട് ഫോം വായിക്കാം കേട്ടോ, ഒരുപാട് നീളാണ്ടിരിക്കാനായിട്ട്. പിന്നെ CEPTIM, പിന്നെ CFEES, അതുപോലെ തന്നെ 31ാമത്തേത് CHESS, 32 CMSDS, 33 CVRDE, 34 DARE, 35 DEBEL, 36 DEAL, 37 ഡിഫൻസ് സയൻറ്റിഫിക് ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ, 38 DFRL ഫുഡ് റിസർച്ച് ലബോറട്ടറി ആണ് കേട്ടോ അത് ഡിഫൻസ്. പിന്നെ 39 DIBER, അത് ബയോ എനർജി റിസർച്ചാണ്. പിന്നെ 40 DIC, 41 ഇൻറ്റിഗ്രേഷൻ ഓഫ് സ്ട്രാറ്റജിക് സിസ്റ്റം, പിന്നെ 41, 42, 43 അത് രണ്ടും ആറ്റിറ്റ്യൂഡ് അഗ്രോ അനിമൽ റിസർച്ച്, ഹൈ ആറ്റിറ്റ്യൂഡ് റിസർച്ച്, അങ്ങനെ രണ്ടെണ്ണമാണ്. 44 DIPAS, 45 DIPR, 46 DL, 47 DLRL, 48 DMSRDE, 49 DMRL, 50 DRDE ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ 51 DRDL, എല്ലാത്തിൻ്റെ ഫുൾ ഫോം പറയാൻ തുടങ്ങിയ സമയം പോകും. 52 DRL. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ജോബിൻ്റെയൊക്കെ ഇടുന്ന ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. അങ്ങനെയാണെങ്കിൽ തുടർന്ന് എനിക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെ 53 DTRL, 54 GTRE, 55 HEMRL, 56 INMAS, 57 ISSA, 58 ITM, 59 IRDE, 60 ITR, 61 JCB, 62 LASTEC, 63 LRDE, 64 MILIT, 65 MSc, 66 MTRDC, 67 NMRL, 68 NPOL, 69 NSTL, 70 PXC, 71 RAC, 72 RCI HYD, 73 PNGRS, 74 RIC, 75 SAG, 76 SASE, 77 SSPL, 78 സ്നോ ആൻഡ് അവലാൻഷെ കോംപ്ലക്സ്, 78 SSPL, 79 TBEM,
RL 80 VRDE. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കൊടുക്കാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്കിതൊക്കെ ഇടാൻ പറ്റും. ബൈ.